ഹലോ, ജംഗിൾ രാജ് കേട്ടിട്ടുണ്ടോ ഈ വാക്ക്? കേൾക്കുമ്പോൾ തന്നെ എന്തൊരു നെഗറ്റീവ് ഫീലില്ലേ? ശരിക്കും പറഞ്ഞാൽ കാട്ടുഭരണം. ഒരു സംസ്ഥാനത്തെ ഭരണം കാട്ടിലെ നിയമം പോലെ, അതായത് ശക്തിയുള്ളവൻ അതിജീവിക്കും എന്ന രീതിയിലായി എന്ന് പറയുന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് ഇതിന് പിന്നിലെ യഥാർത്ഥ കഥ? നമുക്കൊന്ന് നോക്കിയാലോ? ഒന്നാലോചിച്ച് നോക്കൂ. നമ്മൾ ജീവിക്കുന്ന നാടിനെ, നമ്മുടെ സംസ്ഥാനത്തെ ആരെങ്കിലും ജംഗിൾ രാജ് അഥവാ കാട്ടുഭരണം നടക്കുന്ന ഒരിടം എന്ന് വിളിച്ചാൽ എങ്ങനെയുണ്ടാകും? അതായത് ഇവിടെ നിയമമൊന്നുമില്ല, ശക്തിയുള്ളവൻ പറയുന്നതാണ് കാര്യങ്ങൾ, സാധാരണക്കാർക്കൊരു രക്ഷയുമില്ല എന്നൊക്കെ കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും അല്ലേ? പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു സംസ്ഥാനത്തിന് ഇങ്ങനെയൊരു പേര് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതെ, ഈ ജംഗിൾ രാജ് എന്ന പേര് വീണത് ബീഹാറിനാണ്. കൃത്യമായി പറഞ്ഞാൽ 1990 മുതൽ 2005 വരെയുള്ള ഒരു 15 വർഷത്തെ ഭരണത്തെക്കുറിച്ച് വന്ന വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിമർശനമായിരുന്നു അത്. വെറുമൊരു പേരല്ല, അതിനു പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോ അടുത്ത ചോദ്യം ഇതാണ്: എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിന് ഇങ്ങനെയൊരു പേര് വീഴുന്നത്? എന്തൊക്കെയാണ് അതിന് കാരണമായത്? അത് മനസ്സിലാക്കാൻ നമുക്ക് ഈ കഥയെ ഒരു 4 പ്രധാന ഭാഗങ്ങളായിട്ട് ഒന്ന് തിരിച്ചു നോക്കാം. ഓരോ ഭാഗവും പരിശോധിക്കുമ്പോൾ ഈ ജംഗിൾ രാജ് എന്ന വാക്കിന് പിന്നിലെ ആ ഭീകരമായ സത്യങ്ങൾ നമുക്ക് പതിയെ മനസ്സിലാകും. അപ്പോ ഒന്നാമത്തെ കാര്യം, ഏതൊരു നാടിന്റെയും നട്ടെല്ല് എന്ന് പറയുന്നത് അവിടത്തെ നിയമവാഴ്ചയാണ്, അല്ലേ? അതായത് റൂൾ ഓഫ് ലോ. ആ കാലത്ത് ബീഹാറിലെ സാധാരണക്കാർക്ക് പേടിയില്ലാതെ ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ പറ്റിയിരുന്നോ? അവരുടെ ജീവനും സ്വത്തിനും എന്ത് സുരക്ഷയാണോ ഉണ്ടായിരുന്നത്? നമുക്ക് നോക്കാം. ദാ നോക്കൂ, ആ കാലത്ത് ഏറ്റവും കൂടുതൽ കേട്ടിരുന്ന 2 കാര്യങ്ങളാണ് ഈ കാണുന്നത്. ഒന്ന്, പണത്തിനു വേണ്ടി ആൾക്കാരെ തട്ടിക്കൊണ്ടുപോകുന്നത്. പിന്നെ ഭീഷണിപ്പെടുത്തി പണം പിടുങ്ങുന്നത്. ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതം എത്രത്തോളം പേടി നിറഞ്ഞതായിരിക്കുമെന്ന് ഓർത്തു നോക്കൂ. അതെ, കിഡ്നാപ്പിംഗ് എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രി പോലെ, ഒരു വ്യവസായം പോലെയാണ് ആ കാലത്ത് അവിടെ വളർന്നത്. പ്രത്യേകിച്ച് ഡോക്ടർമാർ, ബിസിനസ്സുകാർ, കുറച്ച് പൈസയൊക്കെയുള്ള ആളുകൾ, ഇവരെല്ലാം സ്ഥിരം ടാർഗറ്റുകളായി. ഇന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ വൈകുന്നേരം തിരിച്ചു വരുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത അവസ്ഥ, ജീവിക്കാൻ പോലും പേടിയാകുന്നൊരു സാഹചര്യം. അപ്പോ സ്വാഭാവികമായും എന്ത് സംഭവിക്കും? ഇങ്ങനൊരു സ്ഥലത്ത് ആരെങ്കിലും ബിസിനസ് ചെയ്യുവോ? ഇല്ല. ഒരുപാട് വ്യവസായങ്ങളും പണക്കാരായ കുടുംബങ്ങളും അവരുടെ ജീവനും സ്വത്തും രക്ഷിക്കാൻ വേണ്ടി ബീഹാർ വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയി തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഒരു പലായനം തന്നെയായിരുന്നു അത്. ഇത് ആ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭാവിയെ ശരിക്കും തകർത്തുകളഞ്ഞു. ഈ അവസ്ഥയിൽ നമ്മൾ ആരെയാണ് ആശ്രയിക്കുക? പോലീസിനെ, അല്ലേ? പക്ഷേ അക്കാലത്ത് കേട്ട ഏറ്റവും വലിയ ആരോപണം എന്താണെന്നറിയോ? ജനങ്ങളെ രക്ഷിക്കേണ്ട പോലീസ് പോലും നിസ്സഹായരായിരുന്നു എന്നത്. കാരണം പല കുറ്റവാളികൾക്കും വലിയ രാഷ്ട്രീയ സംരക്ഷണമുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ നിയമം വെറുമൊരു നോക്കുകുത്തിയായി മാറി. ഓക്കെ, അപ്പം നിയമം തകർന്നാൽ പിന്നെന്ത് സംഭവിക്കും? സമൂഹം പലതായിട്ട് വിഭജിക്കാൻ തുടങ്ങും. ബീഹാറിൽ സംഭവിച്ചതും അതുതന്നെയാണ്. നമ്മളിനി നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ, അതിലും ഭീകരമായൊരു സത്യമാണ്: ജാതിയുടെ പേരിൽ നടന്ന അതിക്രൂരമായ സംഘർഷങ്ങൾ. ഈ പേരുകളൊന്ന് ശ്രദ്ധിക്കോ: ലക്ഷ്മൺപൂർ ബാധേ, ശങ്കർ ബിഗഹ. ഇതൊന്നും വെറും സ്ഥലപ്പേരുകളല്ല. ബീഹാറിന്റെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത ചില അധ്യായങ്ങൾ എഴുതി ചേർത്ത, ജാതിയുടെ പേരിൽ വലിയ കൂട്ടക്കൊലകൾ നടന്ന സ്ഥലങ്ങളാണിവയ. ഈ കാണുന്ന നമ്പറുകൾ നോക്കൂ. ഇവ വെറും അക്കങ്ങളല്ല, ഓരോന്നും ഓരോ മനുഷ്യജീവനുകളാണ്. ലക്ഷ്മൺപൂർ ബാധയിൽ 58 ദളിതരാണ് കൊല്ലപ്പെട്ടത്. അതിന് പ്രതികാരമെന്നോണം 2 വർഷം കഴിഞ്ഞ് ശങ്കർ ബിഗഹയിൽ 23 ഉയർന്ന ജാതിക്കാരും കൊല്ലപ്പെട്ടു. അപ്പോ ഇതൊരു വിഭാഗം മറ്റൊന്നിനെ ആക്രമിക്കുന്ന സംഭവം മാത്രമല്ല, സമൂഹം മൊത്തത്തിൽ പരസ്പരം വെട്ടിച്ചാവുന്ന ഒരു ഭീകരാവസ്ഥയുടെ നേർചിത്രമായിരുന്നു അത്. ഇത്രയൊക്കെ ഭീകരമായ സംഭവങ്ങൾ നടക്കുമ്പോൾ ഭരണകൂടം എന്തു ചെയ്യുകയായിരുന്നു? അവിടെയാണ് ഏറ്റവും വലിയ വിമർശനം വന്നത്. സർക്കാർ വെറും കാഴ്ചക്കാരായി നിന്നു എന്നായിരുന്നു പ്രധാന ആരോപണം. കുറ്റവാളികളെ പിടികൂടാനോ നാട്ടിൽ സമാധാനം കൊണ്ടുവരാനോ കാര്യമായി ഒന്നും ചെയ്തില്ലെന്ന്. ഇനി നമുക്ക് മൂന്നാമത്തെ ഭാഗത്തേക്ക് വരാം: അഴിമതി. ഒരു സംസ്ഥാനത്തിന്റെ വളർച്ചയും സാധാരണക്കാരന്റെ ജീവിതത്തെയും ഒരുപോലെ കാർന്നു തിന്നാൻ ഒരു വലിയ അഴിമതിയുടെ കഥയാണ് ഇനി പറയാനുള്ളത്. ഈ സംഖ്യയിലേക്കൊന്ന് നോക്കൂ. 900 കോടി രൂപ. അതും എന്തിനാണെന്നറിയാമോ? കാലിത്തീറ്റ വാങ്ങാൻ. തമാശയല്ല. ഇല്ലാത്ത പശുക്കൾക്കും കാലികൾക്കും തീറ്റ വാങ്ങിയെന്ന് പറഞ്ഞ് വ്യാജ ബില്ലുകളുണ്ടാക്കി ഖജനാവിൽ നിന്ന്, അതായത് ജനങ്ങളുടെ പണം തട്ടിയെടുത്ത കാലിത്തീറ്റ കുംഭകോണം എന്നറിയപ്പെട്ട വലിയൊരു തട്ടിപ്പിന്റെ കണക്കാണിത്.
അപ്പോ ഇത്രയും പണം പോയാൽ അതിന്റെ ഒരു പ്രത്യാഘാതമുണ്ടാകുമല്ലോ. അത് വളരെ വലുതായിരുന്നു. റോഡ്, കറണ്ട്, വെള്ളം, ഇങ്ങനെ നമുക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ പോലും അപ്രത്യക്ഷമായി. അതോടെ സംസ്ഥാനത്തിന്റെ വികസനം മൊത്തത്തിൽ നിശ്ചലമായി. പുതിയ ഇൻഡസ്ട്രികളോ കമ്പനികളോ ആരും അങ്ങോട്ട് വന്നില്ല. അങ്ങനെ നിയമവും സമാധാനവും എല്ലാം ഇല്ലാതാകുമ്പോൾ ഒരു സാധാരണക്കാരന്റെ അവസാനത്തെ പ്രതീക്ഷ എവിടെയാണ്? കോടതികളിലാണ്, അല്ലേ? നീതിന്യായ വ്യവസ്ഥയില്. അപ്പോൾ നമ്മുടെ നാലാമത്തെയും അവസാനത്തെയും ചോദ്യം ഇതാണ്: ആ പ്രതീക്ഷയ്ക്ക് എന്ത് സംഭവിച്ചു? ഒന്ന് ആലോചിച്ചു നോക്കൂ. നാട്ടിൽ കുറ്റകൃത്യങ്ങൾ, ജാതിയുടെ പേരിൽ ആളുകൾ കൊല്ലപ്പെടുന്നു, കോടികളുടെ അഴിമതി, ഇങ്ങനെയുള്ള പരാതിയുമായി ജനങ്ങൾ കോടതിയിൽ ചെല്ലുമ്പോൾ അവിടെയും നീതി കിട്ടിയില്ലെങ്കിലോ? അങ്ങനെ ഒരവസ്ഥയായിരുന്നു. കേസുകൾ വർഷങ്ങളോളം കെട്ടിക്കിടന്നു. സ്വാധീനമുള്ള പ്രതികൾക്ക് രാഷ്ട്രീയ സംരക്ഷണം കിട്ടി. അവസാനം നീതി തേടിപ്പോയ ഇരകൾക്ക് ശബ്ദം പോലുമില്ലാത്തൊരവസ്ഥ വന്നു. ഇത്രയൊക്കെ കേട്ടുകഴിയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരും: ആരാണ് ഈ ജംഗിൾ രാജ് എന്ന പേര് ആദ്യമായി വിളിച്ചത്? സർക്കാരിനെ എതിർക്കുന്ന രാഷ്ട്രീയക്കാരോ അതോ പത്രക്കാരോ മാധ്യമങ്ങളോ? അല്ല, ഉത്തരം കുറച്ച് ഞെട്ടിക്കുന്നതാണ്. ഈ വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് രാഷ്ട്രീയക്കാരോ മാധ്യമങ്ങളോ ഒന്നുമല്ല, മറിച്ച് ആ സംസ്ഥാനത്തെ നിയമം സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ള പട്ന ഹൈക്കോടതി തന്നെയാണ്. സർക്കാരിന്റെ പിടിപ്പുകേടിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് കോടതി തന്നെയാണ് ആ ഭരണത്തെ വിളിച്ചത് ജംഗിൾ രാജ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങൾ വെച്ച് എന്താണ് ഈ ജംഗിൾ രാജ് എന്ന് നമുക്കൊന്ന് ചുരുക്കി പറയാം. ഇത് വെറുമൊരു രാഷ്ട്രീയ വിമർശനമോ അല്ലെങ്കിൽ ഒരു വാക്കിലോ ഒതുങ്ങുന്ന ഒന്നല്ല. ഒരു നല്ല ഭരണകൂടത്തിനു വേണ്ട 4 പ്രധാന തൂണുകൾ ഒന്നിച്ച് തകരുമ്പോഴാണ് ശരിക്കും ജംഗിൾ രാജ് എന്ന അവസ്ഥയുണ്ടാകുന്നത്. ഏതൊക്കെയാണവ? 1. നിയമവാഴ്ചയുടെ തകർച്ച. 2. സാമൂഹിക സംഘർഷങ്ങൾ. 3. വ്യാപകമായ അഴിമതി. 4ാമത്തേതും അവസാനത്തേതുമായി നീതി നൽകേണ്ട നീതിന്യായ വ്യവസ്ഥയുടെ പരാജയം. ഇതെല്ലാം ചേരുമ്പോഴാണ് ആ പേര് പൂർണ്ണമാകുന്നത്. ബീഹാറിന്റെ ഈ പഴയ കഥ നമുക്കെല്ലാവർക്കും ഒരു വലിയ പാഠമാണല്ലേ? ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ സുരക്ഷയ്ക്കും നമ്മുടെ നാടിന്റെ വളർച്ചയ്ക്കും നല്ലൊരു ഭരണം അഥവാ ഗുഡ് ഗവേണൻസ് എത്രത്തോളം അത്യാവശ്യമാണ്? നമ്മൾ നമ്മുടെ നേതാക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ, വോട്ട് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ഓർക്കേണ്ടതല്ലേ? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. നന്ദി.